ഷോൺ ജോർജ് തീർത്തു പറയുന്നു, പിണറായിയുടെ മകൾ വീണ വിജയന്റെയും മുൻ ബന്ധുവിന്റെയും ഒരു ജോയിന്റ് അക്കൗണ്ട് 2016 മുതൽ 19 വരെ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാണ്. എന്നാൽ ആ വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കാനോ ഔദ്യോഗികമായി ഒരു രേഖയായി ഉൾപ്പെടുത്താനോ കഴിയില്ല. കാരണം UAE ഒരു ബാങ്കിലെ ആ രേഖ പുറത്തു പോയാൽ അവർ അത് അന്വേഷിക്കും. ആരാണോ അത് പുറത്താക്കിയത് അവരുടെ ജീവന് പോലും ഭീഷണിയാകും. അത് അവിടുത്തെ നിയമം അത്രമാത്രം കർശനമാണ്. അതുകൊണ്ട് തന്നെ ആ രേഖ ഇപ്പോൾ ഔദ്യോഗിക രേഖയാക്കി ഒരു കോടതിയിൽ സമർപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിയമപരമായി അന്വേഷിച്ചാൽ അത് കണ്ടെത്താം. അതിനുള്ള ഒരു പടിയാണ് തന്റെ കോടതി ഇടപെടൽ എന്നാണ്. വാസ്തവത്തിൽ ഇവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മാസപ്പടി കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷോൺ ജോർജ് കേസ് കൊടുത്തത്. ആ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. പക്ഷേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു. ആ കേസിന്റെ അനുബന്ധ ഹർജിയായാണ് ഇപ്പോൾ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ കേസന്വേഷണത്തിൽ കോടതിക്ക് ഒരു മേൽനോട്ടം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെ ആവാം ഷോൺ അങ്ങനെ ചെയ്തിരിക്കുന്നത്.